കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ആളെ ഫ്രിഡ്ജിലിരിക്കും പോലുണ്ട്. ഫ്രിഡ്ജിലിരിക്കും പോലല്ല, അതൊന്നും തള്ളിയതായ. എറണാകുളം കൊച്ചിൻ 2 സ്ഥലമാണെന്ന് പറയുന്നത് ഉള്ളതാണോ ഗായ്സ്? എനിക്കറിയത്തില്ല കേട്ടോ, സോറി. അമ്പലത്തിൽ പോയി ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം നമുക്ക് ദൈവത്തെ ബുദ്ധിമുട്ടിച്ചേ പറ്റൂ. ഇപ്പം നമ്മളെ ബുദ്ധിമുട്ടിലാക്കി, നീ എന്നെ അങ്ങ് മറന്നല്ലേടേ എന്നാണ് ഇപ്പം ദൈവം ചോദിക്കണത്. നമ്മളെ കൈവിടല്ലേ എന്നൊന്ന് പറയാം അല്ലേ? അതല്ലേ പറ്റൂ. ഈ കൊച്ചുങ്ങളൊന്നും രാവിലെ കുളിക്കത്തില്ലേ ദൈവമേ? ആര് വന്നാലും കാണാം. ആ ചേച്ചി ചോദിക്കാം, ക്യാമറയൊക്കെ ഉണ്ടോ യോഗന്ന്? പാവം. വെള്ളം കായലിങ്ങനെ ഇങ്ങനെ പരന്നങ്ങോട്ട് കിടക്കുക. അതിന്റെ നടുക്ക് ചെറിയ റോഡ്. ഈ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്താൽ ഭയങ്കര രസം. പൊട്ടമ്മ പൊട്ടുരാം. അപ്പൊ ഓക്കെ ചേച്ചി പോന്നേ, പൊട്ടുരാം. അപ്പൊ നമ്മളങ്ങനെ എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കായി ഇറങ്ങുകയാണ്. പോകാം. ഇപ്പൊ രാവിലെ സമയം 6:45, 7 മണിയാവാറായി. ഇച്ചിരി ലേറ്റായി. ഞാനൊരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ഗൈസ്. ഇച്ചിരി ലേറ്റായി പോയതൊക്കെ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ക്യാമറ ഓണായത്. അതായത് സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് എറണാകുളത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചേർത്തല എന്ന് പറയുന്നൊരു സ്ഥലം എത്തുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പണ്ട് ഞങ്ങൾ ഒരുമിച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പഠിച്ചിട്ടുമില്ല. ഞങ്ങൾ തങ്ങളിലങ്ങനെ വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല. എന്തോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇറങ്ങണേന്ന് പറഞ്ഞ്. നമ്മുടെ വീല് കിടന്ന് കറങ്ങുന്നു. ഓക്കെ, കയറി. അപ്പം നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങിയും വേണം. പിന്നെ വേറെന്താ, ഇപ്പോൾ ഒന്ന് അമ്പലത്തിൽ കയറണം. ഞാൻ അമ്പലത്തിൽ അങ്ങനെ പോകാത്ത ഒരാളൊന്നും അല്ല, എന്നാലും പോട്ടെ. അത് അളിയനാ കേട്ടോ. അളിയൻ വന്ന് അവിടെ നിൽക്കുന്നു റോഡിൽ. ഞാൻ വണ്ടി താഴോട്ട് തിരിക്കാൻ പോയതല്ലേ, നമുക്ക് ഡയറക്റ്റ് കയറി വരാൻ പറ്റില്ലല്ലോ. ഇല്ല, ടയർ ഇറങ്ങുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ട്. വെയിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇനി പോരും കൂളായിട്ട്. വണ്ടിയിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ പ്രശ്നം. ഇപ്പൊ രാവിലെ നമ്മൾ AC ഇട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ആളെ ഫ്രിഡ്ജിലിരിക്കും പോലുണ്ട്. ഫ്രിഡ്ജിലിരിക്കും പോലല്ല, അതൊന്നും തള്ളിയതാ കേട്ടോ. ചെറുതായിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഇപ്പൊ നേരം വെളുത്ത് കഴിയുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ എന്തായാലും നല്ല ചിൽഡാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ AC ഒന്നും യൂസ് ചെയ്യത്തില്ല. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ വണ്ടിയിൽ. ഞാൻ അഹങ്കാരം പറയുവാണ് അങ്ങനെ, അല്ലെങ്കിൽ അവന് എന്താ പറയുക AC ഇല്ലെങ്കിൽ പറ്റത്തില്ല, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ പുതിയ വണ്ടി എടുത്തപ്പോൾ AC ഉള്ള വണ്ടിക്ക് ഒരു 20,000-30,000 രൂപ അങ്ങോട്ട് വ്യത്യാസമുള്ളൂ. പുതിയ വണ്ടി ഞാൻ പുതിയതാണല്ലോ എടുത്തത്. ഷിറ്റ്, ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത് പെട്ടെന്ന്. നമുക്ക് MC വഴി പോകണോ അതോ ഹൈവേ കയറി പോകണോ? ഹൈവേയിൽ എനിക്ക് തോന്നുന്നു ഈ പണികളൊക്കെ നടക്കുന്നുണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ടാവും. MC പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല, ഇപ്പൊ രാവിലെ ബ്ലോക്ക് വരുമോ? നമുക്ക് ജസ്റ്റ് മാപ്പിൽ നോക്കാം ഏതാ എളുപ്പം നോക്കേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ കാണിക്കുന്ന എനിക്ക് MC വഴിയുള്ള ഇതാണ് കാണിക്കുന്നത്. 177 കിലോമീറ്റർ എറണാകുളം. ഈ മാപ്പ് ഇട്ടിരുന്ന അമ്മച്ചി കിടന്ന് ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുകയല്ലേ. ചുപ്പുരഹോ അമ്മച്ചേ, നമുക്ക് വേണ്ട. നമുക്ക് MC കയറി കഴിഞ്ഞാൽ നേരെ കൊട്ടാരക്കര, അല്ല നിലമേല്, കൊട്ടാരക്കര, പിന്നെ അടൂര്, അങ്ങനെ കണ്ടൊക്കെയല്ലേ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇത് മാപ്പിന്റെ ആവശ്യമൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇല്ല. അതുകൊണ്ട് അവർ പോട്ടെ. അല്ലെങ്കിൽ ആ അമ്മച്ചി കിടന്ന് ഇടയ്ക്കിടയ്ക്ക് കൂവിക്കൊണ്ടിരിക്കും വിളിച്ചുകൊണ്ട്, ഇങ്ങോട്ട് തിരിയടാ അങ്ങോട്ട് തിരിയടാ എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അങ്ങനെ എന്ത് തന്നെ ആയാലും ഇവിടെ ഒരു മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണു. വല്ല വണ്ടിയും കിടപ്പുണ്ടായിരുന്നെങ്കിൽ വണ്ടിയുടെ ആയിട്ടും തീരുമാനമാണ്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ പോകുന്നു എറണാകുളം കൊച്ചി. എറണാകുളം കൊച്ചിൻ 2 സ്ഥലമാണെന്ന് പറയുന്നത് ഉള്ളതാണോ ഗായ്സ്? എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. സംഭവം ഉണ്ടോ, അങ്ങനെ ആണോ? എറണാകുളം എന്ന് പറഞ്ഞൊരു സ്ഥലവും കൊച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലവും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇന്ന് എറണാകുളത്തേക്കാണ്. ഇനിയുള്ള നമ്മുടെ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. എത്ര കാലത്തേക്കെന്ന് അറിയത്തില്ല, ഒന്നും തന്നെ അറിയത്തില്ല. ചേട്ടാ, ഇത് ഞാൻ ഓഫ് ചെയ്താണല്ലോ, എന്നിട്ട് ഈ അമ്മച്ചി കിടന്ന് വിളിക്കുന്നതേ. ആപ്പ് ക്ലോസ് ചെയ്ത്. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്കിത് ഇപ്പോഴും കമന്റ് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഇട്ട വീഡിയോ അല്ലെങ്കിൽ ഇതിന് മുമ്പിട്ട വീഡിയോസിനൊക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ വണ്ടി നമ്മൾ ഓടിക്കുകയല്ലേ, അപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ എടുത്ത് നോക്കാം, പക്ഷെ റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ റിപ്ലൈ ചെയ്യൽ വിട്ടുപോകും.
അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കുന്നില്ല. ഞാൻ അവിടെ ചെന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഫ്രീ എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ നോക്കി അതിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ എനിക്കുണ്ട്. സന്തോഷം ഉണ്ടെന്നല്ല, മനസ്സിനൊരു എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ പോക്ക് നമുക്ക് ഒരു നല്ല ഇതായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു തുടക്കം, അടുത്ത നല്ലൊരു തുടക്കം. എനിക്ക് നല്ല തുടക്കങ്ങളോ അല്ലെങ്കിൽ നല്ലൊരു ഇതോ ഇല്ലാതിരുന്ന ഒരാളല്ല. എനിക്ക് ലൈഫ് ലോങ് ഇന്ന് വരെ ഇങ്ങനെ ആയിരുന്നു എന്നല്ല. കഴിഞ്ഞ വളരെ ഒരു 2 മാസമായിട്ടാണ് ഈ ഒരു പ്രശ്നം, ഈ ഒരു ക്രൈസിസിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ അതെൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ കയറി വരാനായിട്ട് എനിക്ക് തോന്നിയതും അല്ലെങ്കിൽ ഇതെടുത്തതും വണ്ടി നേരത്തെ എടുത്തതാണ്, വണ്ടിയിൽ തന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയതും ഒക്കെ ഈ ഒരു ഇതാണ്. നമുക്ക് തോന്നുന്ന, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനാവുമ്പോൾ നമുക്ക് കഷ്ടപ്പെടാൻ തോന്നും. ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ, ആ ജോലിക്ക് വേണ്ടി നമുക്ക് കഷ്ടപ്പെടാൻ തോന്നും. എനിക്ക് എൻ്റെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, ആയിരുന്നു, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ അത് നല്ലപോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളുമാണ്. പക്ഷേ ഇത്തവണ ഞാൻ ദുബായിലേക്ക് കയറി പോയപ്പോൾ ഐ തിങ്ക് ഞാനത് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണോ എന്തുവാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പ്രശ്നമാണ്. ഏതായാലും ഞാൻ അതിനെ കുറച്ച് പുറകിലേക്കായി, അതിൽ നിന്നും കുറച്ച് പുറകിലേക്ക്. എനിക്കൊരു ആ ഒരു പഴയ ഇൻട്രസ്റ്റ് വരുന്നില്ല അത് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഓണറെ നമ്മൾ അവിടെ നിന്ന് അയാളെ ബുദ്ധിമുട്ടിക്കുന്നതും ശരിയല്ല. നമുക്ക് ആ താല്പര്യമില്ലാതെ നമ്മൾ അവിടെ നിന്ന്, ഓൾറെഡി അവിടെ കുറച്ച് വർക്കൊക്കെ കുറവാണ്, അതിൻ്റെ കൂടെ നമ്മൾ വെറുതെ ഒരു ബേർഡനാണ് നമ്മളവിടെ നിൽക്കുന്നത്. അയാളെ സംബന്ധിച്ച് അയാൾക്ക് അതൊരു ബേർഡനാണ്. പുള്ളി നമ്മളോട് പറയുന്നില്ല. പുള്ളി നമ്മളോട് പറയുന്നത് എന്തുവാ, നിങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ എന്തെങ്കിലും ചെയ്ത് ഇതാക്കുക, അങ്ങനെ ആക്ക്. നല്ലൊരാളായിരുന്നു. ഞാൻ പേഴ്സണലി എൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ളവരുടെ അനുഭവമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നല്ലൊരാളായിരുന്നു. അപ്പോൾ പുള്ളി അത് നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് എനിക്കത് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ് ഞാനത് പുള്ളിയോട് സംസാരിച്ച് എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോരുന്നത്. കാര്യം നമ്മളവിടെ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട് അവർ തരുന്നുണ്ട് മാസം. അത് പുള്ളിയെ സംബന്ധിച്ച്, പുള്ളി ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ന്യൂട്രലി അങ്ങ് പിടിച്ച് നിൽക്കാം. അവിടെ പലരും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും പോട്ടെ, അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ, തുറന്നിട്ടുണ്ടോ? ക്ഷേത്രം തുറക്കും, പക്ഷെ വണ്ടി ഇവിടെ ഇടാൻ പറ്റത്തില്ല. അതാ ഒരു പ്രശ്നം. നമുക്ക് കാര്യം ചെയ്യാം. കുഴപ്പമില്ല. അമ്പലം എവിടെയായാലും അമ്പലവും ദൈവവും ആണ് എന്നാണ്. ഞാൻ നിന്ദിക്കുന്നതല്ല ഈശ്വര. ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ മറ്റെവിടെയെങ്കിലും ഒരു അമ്പലം കണ്ടാൽ അവിടോട്ട് നമുക്ക് വണ്ടി ഇടാൻ പാകത്തിന് പറ്റുമെങ്കിൽ ഇട്ടിട്ട് കയറാം. കാര്യം വേറെ ഒന്നുമില്ല, ഇങ്ങോട്ടൊക്കെ കൊണ്ടിട്ടിട്ട് വേണമെങ്കിൽ പോയിട്ട് വരാം. കുഴപ്പമില്ല. എവിടെയായാലും അമ്പലമല്ലേ. അമ്പലത്തിൽ എവിടെയെങ്കിലും കയറിയാൽ മതി എന്നല്ല, ഞാനൊന്നും പുച്ഛിക്കുന്നതല്ല. അതായത് ഓക്കെ, സ്ഥലവും സൗകര്യം അനുസരിച്ച് നിർത്തി നമുക്ക്. അയ്യോ സോറി. അയ്യോ, നിങ്ങൾ ഓണാണോ ക്യാമറ? ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ഒരു അമ്പലത്തിലൊന്ന് കയറണം എന്തായാലും കേട്ടോ. കാര്യം ഞാൻ അങ്ങനെ അധികം അമ്പലത്തിൽ പോയി ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം നമുക്ക് ദൈവത്തെ ബുദ്ധിമുട്ടിച്ചേ പറ്റൂ. പരമാവധി എൻ്റെ ഒരു വിഷമമെങ്കിലും ദൈവം കേട്ട് ദൈവത്തിനൊരു ബോറടി വേണ്ടാന്ന് കരുതി ഇരുന്ന ആളായിരുന്നു കേട്ടോ. ഞാനും കൂടി ചെന്ന് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇനി ഞാനും കൂടെ പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിക്കേണ്ട അത്രേ കരുതിയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പം നമ്മളെ ബുദ്ധിമുട്ടിലാക്കി. നീ എന്നെ അങ്ങ് മറന്നല്ലേടേ എന്നാണ് ഇപ്പം ദൈവം ചോദിക്കണത്. നീ നമ്മളെയൊക്കെ അങ്ങ് മറന്ന് നീ അങ്ങ് സൂഹിക്കുക അല്ലേ? നീ എന്നെ കണ്ടിട്ട് പോയാൽ മതിയിടാന്ന്. അപ്പം അങ്ങനെ വിളിക്കുന്നു. അപ്പം ഒന്ന് പോയി കാണണം. ഇപ്പം ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുള്ളി ഒന്ന് ബുദ്ധിമുട്ടിച്ചോളാം. പുള്ളിയുടെ ഒരു ആഗ്രഹം അതാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ. അതല്ലേ എൻ്റെ ഒരു ശരി. എന്നാൽ പിന്നെ ഓക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവന് ആവശ്യമുള്ളപ്പം മാത്രം. അങ്ങനല്ല, ആവശ്യമുള്ളപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാതിരുന്നത് കൊണ്ട് ഞാൻ പുള്ളിയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ പിന്നെ ആരോട് പോയി പറയും? എനിക്ക് വേറെ ആരാ? അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടായി പോയതുകൊണ്ട് ദൈവത്തിനോട് ഒന്ന് ചോദിച്ചളയാം. നമ്മളെ കൈവിടല്ലേ എന്നൊന്ന് പറയാം അല്ലേ? അതല്ലേ പറ്റൂ. ഇപ്പം സത്യം പറഞ്ഞാൽ
ഇതൊക്കെ തന്നെ ഞാനങ്ങ് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഊള കഥകൾ പറഞ്ഞേ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് നോക്കിയാൽ റോഡ് കണ്ടാ കൊള്ളാവോ? റോഡൊക്കെ കാണാനല്ലേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത്. റോഡ് ഇങ്ങനെ കാണാൻ പറ്റും, അതുപോലെ കാഴ്ചകൾ കാണാൻ പറ്റും. റോഡിൽ നമ്മുടെ യാത്ര പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ നേരെ കൊട്ടാരക്കര തെറ്റി നിലമേൽ കൊട്ടാരക്കര. അതിൻ്റെ ഇടയ്ക്കൊക്കെ സ്ഥലങ്ങളുണ്ടോയെന്ന് അറിയില്ല. കൊട്ടാരക്കരയ്ക്കുമ്പോൾ ആയൂരുണ്ട്. നിലമേൽ ആയൂർ, കൊട്ടാരക്കര, പിന്നെ അങ്ങോട്ട് ഏതാ സ്ഥലമെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മൾ ഗൂഗിൾ മാപ്പിനോടൊക്കെ ചോദിച്ച് നമ്മൾ നേരെ അങ്ങ് കൊച്ചി എത്തുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് എനിക്ക് ചേർത്തല കയറണം. ഇനി ഞാൻ ഈ പോകുന്ന വഴി പോയാൽ ചേർത്തല കയറാൻ പറ്റാതെ വല്ല ഇത് ഉണ്ടോയെന്നും അറിയത്തില്ല. ഇനി അഥവാ അങ്ങനെയാണ് ഇത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് നേരെ പോകും. അവിടെ കയറത്തില്ല എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നേരമൊക്കെ ഒന്ന് വെളുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. കാരണം ഇപ്പം നല്ല വെട്ടക്കുറവുണ്ട്, ഒന്ന് മഴയും ഉണ്ട്, മഴക്കോളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇത്. എന്നാൽ പിന്നെ ശരി. FM ഒക്കെ കേട്ട് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരു പമ്പ് വന്ന് നമുക്കൊരു 2000 ബർഗ്സിന് കുറച്ച് ഡീസൽ അടിച്ചേക്കാം അല്ലേ. 2000 രൂപയ്ക്കെന്ന് വെച്ചാൽ നമ്മളവിടെ എത്തുമ്പം തന്നെ 1000 രൂപയുടെ ഡീസൽ തീരും. ആ ചേട്ടനൊക്കെ ഒരു വിലയില്ലടേ, വേണ്ട, ആരുടെയും ഒരു വിലയും വേണ്ട അല്ലേ. അപ്പം എന്തായാലും ഞാൻ ആ ഡീസലൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞാൻ 2000-ന് അടിച്ചില്ല കേട്ടോ. കാരണം കാശല്ലേ, കുറച്ച് കയ്യിലിരിക്കട്ടെ. ഇപ്പോൾ ഒരു 1500 രൂപയ്ക്ക് ഞാൻ ഡീസൽ അടിച്ചു. ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി അടുത്തത് കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു. അല്ല, നിലമേൽ കഴിഞ്ഞ് ഇനി കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു. അല്ല, കടക്കൽ കഴിഞ്ഞ് ആയൂരും കഴിഞ്ഞിട്ടാണ് കൊട്ടാരക്കര. ഓക്കെ. അപ്പോൾ കടക്കൽ എത്തി കേട്ടോ. വേണ്ടേ, പോലീസ് മാമൻ നിൽക്കുന്നല്ലോ. അപ്പോൾ കടക്കലെത്തി. ഇനി കടക്കലെന്നല്ലേ പറയാം, സോറി, ചടയമംഗലം ആയൂര് കൊട്ടാരക്കര ആണ് പോകുന്നത്. അതുവഴിയാണ്. കൊട്ടാരക്കര വരെ അറിയാം, അടൂരും അറിയാം. പക്ഷെ ഏതിലേ കൂടെ ഇനി പോകേണ്ടതെന്ന് അറിയില്ല. എവിടെയെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ അങ്ങ് അപ്പുറത്തെ സൈഡ് കയറുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മാപ്പ് നോക്കണം. വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മളെ കടക്കലെന്നേ വായി വരുന്നുള്ളൂ. ചടയമംഗലം ഒന്ന് കാണേ. ഇതാണ് ചടയമംഗലം. തമിഴ്നാട് ബസ്. ഓഹോ, ഇല്ലേ, എന്നുമില്ലേ, കയ്യിലുമില്ലേ. ഓഫ് ചെയ്യട്ടെ. മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട്. മഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റേ കോട. ഇപ്പം ഇവിടെ ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ആ വളവ് തിരിഞ്ഞപ്പോൾ കണ്ട്. ഇപ്പം നിങ്ങൾ സ്ട്രെയിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ കാണുന്ന മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഒരു ചെറിയ പുകമറ പോലെ പോകുന്നുണ്ടോ. ചെറിയൊരു കോടയൊക്കെ, തണുപ്പ് കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ. നമ്മളിങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റാത്തൊരു സമയവും നമുക്കായിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ആസ്വദിക്കായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു കാലം വരുവിടെ. ആർക്കാ വരാത്തേ? അങ്ങനെ പ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. അപ്പം ഞാൻ നമ്മുടെ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു എന്തോ ഒരിത്. കാരണം അവിടെ വെച്ച് ഞാൻ പുതിയകാവ് ക്ഷേത്രത്തിൽ കയറാമെന്ന് കരുതിയിട്ട് വണ്ടി ഇടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. എനിക്കത് എന്തോ ഉള്ളിലൊരു ഒരു വിഷമം പോലെ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ കയറാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും അവിടെ കയറിയിട്ടേ പോകുന്നുള്ളൂ. കൊട്ടാരക്കര ജംഗ്ഷൻ നമ്മളെ സിഗ്നലിലെത്തി. അപ്പം എന്തായാലും അമ്പലത്തിലൊന്ന് കയറിയിട്ട് പോകാം അല്ലേ. ലോട്ടറി ടിക്കറ്റ് വേണമെന്നൊരു ചേട്ടൻ അവിടെ ഒന്ന് ചോദിക്കുന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാൻ അമ്പലത്തിലെത്തുമ്പോൾ ഇടാം. നമ്മളങ്ങനെ അമ്പലത്തിനടുത്തെത്തി. അങ്ങോട്ട് വണ്ടി ഇറങ്ങത്തില്ല. അവിടെ ഇങ്ങനെ എന്തോ ഒരു ഇല്ല, വണ്ടി ഇറങ്ങും. ഞാൻ അങ്ങനെ കൊട്ടാരക്കര ക്ഷേത്രത്തിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയാണ് വണ്ടി ഇടാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് നമുക്കൊന്ന് ക്ഷേത്രത്തിൽ കയറിയിട്ടൊക്കെ വരാം. ഈ കൊച്ചുങ്ങളൊന്നും രാവിലെ കുളിക്കത്തില്ലേ ദൈവമേ. അയ്യോ, ഉറക്കപ്പായിന്ന് എഴുന്നേറ്റങ്ങ് സ്കൂളിൽ പോവുകയാണല്ലോ ദൈവമേ.
ഒന്നും കുളിച്ചപ്പോൾ ഒന്നും ഇല്ല കേട്ടോ പിള്ളേർക്ക്. നമുക്ക് റോഡിലിട്ടാ മതിയായിരുന്നു കേട്ടോ, പണിയായല്ലോ. ഇത് 1 വേ ആണോ? തിരിച്ചു പോകാലോ. ഞാൻ ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു. ഏതാണെന്നൊന്നും അറിയത്തില്ല. ഇനി ഇവിടെ ഇടുന്നതിനൊക്കെ പൈസയൊക്കെ ഉണ്ടോ എന്തോ അറിയാൻ വയ്യ. അമ്പലത്തിൽ കയറിയിട്ട് വരാം. ഓക്കെ ഈശ്വര, പോയിട്ട് വരാം. ആര് വന്നാലും കാണാം. എത്ര ഇതില് രക്ഷപ്പെടുമല്ലോ? ശരി. ആ എന്നാ പിന്നെ ചേച്ചി ഞാനും രക്ഷപ്പെടട്ടെ. അപ്പം എന്തായാലും ഞാൻ അമ്പലത്തിൽ പോയി. ഇതിലൊക്കെ കാര്യമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു സമാധാനം അതവിടെ ഇരിക്കട്ടെ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. ഞാനേ അവിടെ ഒരു ചെറിയ കടയുണ്ട്, അവിടെ പോയിട്ടൊരു ഇത്തിരി വെള്ളം 40 രൂപ ചേച്ചി ലോട്ടറി എടുപ്പിച്ച് പാവാ. ചേച്ചിക്ക് വന്നതല്ലേ. നമുക്കിങ്ങനെ അധികം പാവം വിചാരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എന്നോട് പലരും പറയുന്നുണ്ട്. നോക്കാം. ഞാൻ ചേച്ചി ചോദിക്കാം, ക്യാമറയൊക്കെ ഉണ്ടോ യോഗന്ന്? പാവം. ഞാൻ അപ്പോൾ പോയിട്ട് ഒരു വെള്ളം മേടിക്കണം. ഷുഗർ പണ്ട് മുമ്പെപ്പോഴും ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഷുഗർ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട്. ഞാൻ പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോയില്ല. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൊണ്ട് പയ്യെ. ഇനി അതും കൂടെ ആലോചിച്ചുകൊണ്ടിരുന്നാലേ ആലോചിക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഇനി അതിൻ്റെ ആണോ ഈ ദാഹം പരദാഹം എന്നറിയത്തില്ല. എന്തായാലും 1-2 കുപ്പി വെള്ളം അങ്ങ് മേടിച്ചേക്കാം. വെള്ളം മേടിച്ച് വെച്ചിരുന്നാൽ എപ്പോഴായാലും കുടിക്കാമല്ലോ. പിന്നെ ഇപ്പോൾ 2 കുപ്പി മേടിച്ച് വെച്ചാൽ 2 ഡോറിലായിട്ടങ്ങ് വെക്കാം. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വെള്ളം തീരുമ്പോൾ നമുക്ക് ഇതുപോലെ വെള്ളം എടുക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയി വെള്ളം എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതേണ്ട ഒരു പുള്ളിക്കാരൻ എന്തോരം ഉണ്ണിയപ്പോൾ വന്നേ മേടിച്ച പുള്ളി. തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഇതുവഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഒന്ന് ഉണ്ണിയപ്പൊക്കെ മേടിച്ചോണ്ട്. കാര്യം കൊച്ചുങ്ങൾക്കും പിന്നെ വീട്ടിലാർക്കായാലും അവർക്കൊക്കെ ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെ മേടിച്ചോണ്ട് പോവാം. ഇപ്പം നമുക്ക് കുടിക്കാൻ വെള്ളം മേടിക്കാം. ഓക്കെ, ഒരു ചായ 2 വെള്ളം അത് ഞാൻ മേടിച്ചു. ചായ അവിടെ നിന്ന് കുടിച്ചു. കറക്റ്റ് ബോട്ടിൽ കേട്ടോ. നമ്മുടെ ഡോറിൽ നിങ്ങൾക്ക് കാണാവോ? കാണാവോ എന്തോ? അതേണ്ട ബോട്ടിൽ കറക്റ്റാണത്. ഈ ഒരു സൈസ് കറക്റ്റാണ്. അപ്പം എന്തായാലും ഒരു ചായയും 2 വെള്ളവും മേടിച്ച് അങ്ങനെ അമ്പലത്തിലും കയറി. ഒരു എടുത്ത് കേട്ടോ, ഒരു ചേച്ചി ഇപ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഓക്കെ, വേറൊരു ചേട്ടനും ലോട്ടറി ആയിട്ട് വന്നു കേട്ടോ. എന്തായാലും നമുക്കിനിയിപ്പോൾ യാത്ര തിരിക്കാം. അപ്പോൾ വേറൊരു കാര്യം, ഞാൻ എന്തായാലും ഈ ലോട്ടറി എടുത്തേ. അടിക്കത്തില്ലെന്നറിയാം, എന്നാലും അതുകൊണ്ട് പറയുവാണെന്ന് വിചാരിക്കണ്ട. ഇനി അഥവാ അടിച്ചാലോ പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിൽ നമുക്കൊരു 80 ലക്ഷമോ ഞാൻ എന്തോ ഇറ്റോടെ ഇതൊക്കെ. ഓക്കെ, 1ാം സമ്മാനമാണെങ്കിലും ശരി 2ാം സമ്മാനമാണെങ്കിലും ശരി, നമുക്ക് അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതിൽ 2ാം സമ്മാനമാണെങ്കിൽ ഒത്തിരി ഒന്നുമില്ല. എനിക്കും കുറേ ആവശ്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ്. 2ാം സമ്മാനമാണെങ്കിൽ നമുക്കൊരു 1 ലക്ഷം രൂപ അർഹതപ്പെട്ട ആർക്കെങ്കിലും, അത് ആരെന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്കത് നോക്കാം. റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാം. ഇനി 80 ലക്ഷം എന്ന് പറയുന്ന 1ാം സമ്മാനമാണ് അടിക്കുന്നതെങ്കിൽ അത് എത്ര എനിക്ക് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല. എനിക്കും എൻ്റേതായ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും നമുക്ക് അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാം. കിട്ടത്തില്ല എന്നാലും ഞാൻ പറഞ്ഞതാ, ഇനി കിട്ടിയാൽ നിങ്ങളാണ് സാക്ഷികൾ. ഓക്കെ, അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറ്റിക്കുകയാണെങ്കിൽ പിടിച്ചോണം അപ്പോഴേ. അപ്പോൾ ഓക്കെ, എന്നാ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇടട്ടെ. ഇന്നലെ എന്നോട് ആരോ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടി. പാട്ട് ഓണായിരുന്നു. അപ്പം ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ താമസം എടുത്തു. അതായത് വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇട്ടത്. അപ്പോഴേ ആരോ കമൻറ്റ് ചെയ്തായിരുന്നു ഇന്നലെ അത് ഇടാതെ പോകരുതേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ ചേർത്തലുള്ള ഒരു കൂട്ടുകാരനുണ്ട് മഹേഷ്, അവനെ ഒന്ന് വിളിക്കണം. കാരണം അവിടെ പോകുമ്പോൾ അവിടെ കയറണേന്ന് അവൻ പറഞ്ഞായിരുന്നു. ഗ്ലാസ് തുറന്നപ്പോഴുള്ള ശബ്ദം ഒന്ന് കേട്ടാ. അപ്പം
അവിടെ കയറണേന്ന് അവൻ പറഞ്ഞായിരുന്നു. ഇപ്പം നമുക്ക് ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കാം കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പും ചൂടൊന്നും ഇല്ലല്ലോ. അപ്പം ചൂടില്ല. എന്തായാലും വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ല തണുപ്പും കാര്യമൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ തന്നെ പോകാം. ഇവിടെ ഒരു ബസ് കൊണ്ടുവന്ന് ഫ്രണ്ടിലിട്ടേക്കുന്നല്ലോ. നമ്മളെങ്ങനെ പോകുന്നേ? ഇതിപ്പം വന്ന് കയറിയാണ്. ഇതെന്താ ഇവിടെ നിന്ന് പൊട്ടി വീണത് ബസ്? നമുക്ക് ഇതിലേ പോയി നോക്കാം. അപ്പുറത്തൊരു കാറും കിടക്കുന്നത്. ദൈവമേ, തട്ടിമുട്ടിയൊന്നും ചെയ്യല്ലേ. ഇങ്ങനെ പോയി നോക്കാം. നമുക്ക് ആ KSRTCയുടെ ഫ്രണ്ടിൽ കൂടെ കയറി അങ്ങ് പോവാം. ഓക്കെ, യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്ത ഒരു ചേട്ടനുണ്ട്. പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ വിദേശത്താണ്. ആ പുള്ളിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഇതുപോലെ നേരെ അങ്ങ് ചെന്നാൽ മതി, ഓട്ടോ ഒക്കെ കിട്ടും, കാര്യങ്ങളെല്ലാം സ്മൂത്താവും. അപ്പോൾ വേറെ 1-2 കേസുകൾ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെ എനിക്ക് വന്ന 1-2 കേസുകളുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തൃശ്ശൂർ മാളയിലുള്ള ആൻ്റണി എന്ന് പറയുന്ന ആ ചേട്ടൻ അറേഞ്ച് ചെയ്ത് തന്നൊരു ഇതുണ്ട്. അത് 5-ാം തീയതി തൊട്ടേ ഉള്ളൂ ഓട്ടം. പക്ഷേ അതുവരേക്കും നമുക്ക് വേറെ ഓട്ടങ്ങളും ഒക്കെ വേറൊരു ഫാക്ടറിയിലേക്ക് സാധനം കൊണ്ടുപോകുന്നതിൻ്റെ ഓട്ടം അത് ഞാൻ സെറ്റാക്കി. അത് ഇന്ന് സെറ്റാവുമെന്നാണ് പറഞ്ഞത്. അത് ഇതുപോലെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരാൾ വിളിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഏതിനും എറണാകുളത്ത് നിന്നാണ് എല്ലാം ഉള്ളത്. അതാണ് അതിൻ്റെ ഒരു രസം. ഇതിലേ കൂടെ കയറി എവിടെ ഇറങ്ങാം കേട്ടോ. കുറച്ച് അപ്പുറത്ത് നമുക്ക് അതുകൊണ്ട് ഇതിലേ പോയി നോക്കാം. അതുകൊണ്ട് ആ റോഡ് കയറിപ്പോയാലേ അങ്ങ് അപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ. ടൗണിൽ കിടന്ന് നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേ കൂടെ അങ്ങ് ചാടിപ്പോവാം. ഇത്ര നേരം നിങ്ങൾ റോഡ് കണ്ടില്ലേ? എന്നെയും കൂടെ ഒന്ന് കാണും. നിങ്ങൾ ചിലപ്പോൾ എന്നെ മറന്നു പോയാലോ. ഇങ്ങോട്ട് വാ. കാണുന്നുണ്ടാ? ആ, നേരത്തെ ഞാൻ നോക്കിപ്പോണ്ടല്ലോ, അമ്പലത്തിൽ നിന്ന് ഞാൻ പൊട്ടങ്ങ് ഇട്ടു, കുറിയിട്ടിട്ട് പുറത്ത് വന്നിട്ട് ഞാൻ കണ്ണാടി നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ ഒരെണ്ണം. അങ്ങനെ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കിയത് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഫ്ലഡ് അലേർട്ടൊക്കെ കാണിക്കുന്നുണ്ട് മാപ്പിൽ. വെള്ളം കയറി കിടക്കുന്നോ എന്തോ എവിടെയെങ്കിലും അറിയില്ല. എന്തായാലും പോവാം. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങുന്ന കേട്ടോ. ഇതാണ് ആ ഒരു ഷോർട്ട് കട്ട്. അതായത് നമുക്ക് ടൗണിൽ കയറണ്ട. ടൗണിൽ കിടന്ന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്കിൽ പെടത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ടൗണിൽ പക്ഷേ ഇപ്പം വലിയ ബ്ലോക്ക് ഇല്ല കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞതാ, ടൗണിലെ ബ്ലോക്കിൽ നമ്മൾ പെട്ടുപോകത്തില്ല, ട്രാഫിക്കിൽ പെട്ടുപോകത്തില്ല. ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നേരെ അടൂർ പോവാം. സമയം 8:43 ആക്ച്വലി ഒരു 10-11 മണിക്കകത്ത് എത്തണമെന്ന് കരുതിയതാ. പക്ഷെ ഒരു 1 മണിയെങ്കിലും ആവും. എൻ്റെ അമ്മേ, ഇത് എവിടെ പോവാടെ? ഇത് കൊല്ലു എൻ്റെ ചേട്ടാ. എന്തൊരു വരലടേ വരണ. KSRTC ആണല്ലോ അത്. വൈറ്റ് കളറൊക്കെ അടിച്ചു പോണ്. എന്തോ സൂര്യണ്ണ ഇതുവരെ വന്നിട്ടില്ല. അണ്ണ ഉറങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അണ്ണനെ കാണുന്നില്ല. അതോ ഇനി മേഘങ്ങൾ അണ്ണനെ മൂടി വെച്ചിരിക്കുവാണോന്നും അറിയാൻ വയ്യ. മഴ കാണും എന്തായാലും. ഇത്ര നല്ല മഴക്കോളം ഉണ്ട്, അതുകൊണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞൊരു 10 മീറ്റർ അല്ല, ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനാണ് പറയുന്നത്. എന്തായാലും അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഇവിടെ സിഗ്നൽ ആയി കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് സിഗ്നൽ കിട്ടും. പോരട്ടെ. റെഡോ? അല്ല, പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഒരു 200 മീറ്റർ ചെന്നിട്ട് വീണ്ടും വലത്തോട്ട് തിരിയാനാണ് പറയുന്നത്. നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയെ. 200 മീറ്റർ എന്നിട്ട് വലത്തോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ കോട്ടയം പോകുന്ന വഴി തന്നെ. ഇത് ഏത് വഴി? കോട്ടയം വഴിയാണോ ഇനി പോകുന്നത്? ആയിരിക്കും. എന്തായാലും ഇതിലേ കൂടെയാണ് പോകുന്നത്. കോട്ടയം വഴിയാണെങ്കിൽ നമുക്ക് നല്ല സീനറിയൊക്കെ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു പാടങ്ങളും ഒക്കെ വെള്ളം കയറിയൊക്കെ കിടക്കുകയൊക്കെ ആയിരിക്കും. 183 നാഷണൽ ഹൈവേയിലോട്ട് സെറ്റ് ചെയ്തെന്ന് പൊക്കോളാനാണ് പറയുന്നത്. പന്തളം, ചെങ്ങന്നൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി. ഇനി ഈ റോഡ് നമ്മൾ നേരെ ഒരു 20 കിലോമീറ്റർ അങ്ങ് ഓടിക്കോളാനാണ് അവർ പറയുന്നത്. പിന്നെ നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ക്രാഷ് ഓൺ NH 183 ഈസ് ദിസ് സ്റ്റിൽ ഹിയർ എന്നും ചോദിച്ചും കൊണ്ടൊരു മെസ്സേജ് വരുന്നത്. എനിക്കറിയത്തില്ല ഉണ്ടോ ഇല്ലയോ. അതുകൊണ്ട് ഞാൻ നോ കൊടുത്ത്, അല്ലേ നോ കൊടുക്കണ്ട, ക്ലോസ് കൊടുക്കാം. എന്തരോ ഒന്ന് ഞാൻ കൊടുത്ത് അതങ്ങ് പോയി. അങ്ങനെ നമ്മൾ പന്തളം സിഗ്നൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പന്തളം അല്ലേ ഇത്? ഐ തിങ്ക് പന്തളം. അതെ, പന്തളം സിഗ്നൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഏതാ ടൗണെന്ന് എനിക്ക് അറിയില്ല, എനിക്കൊരു ഓർമ്മയില്ല. കാര്യം ഞാൻ ഇതിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. കാരണം കോട്ടയത്ത് എനിക്ക് പണ്ട് ഈ ലാപ്ടോപ്പിൻ്റെ ഒരു സർവീസ് നടത്തുന്നുണ്ടായിരുന്നു ഞാൻ. അത് പിന്നെ കൊറോണ സമയത്തൊക്കെ അങ്ങ് നിർത്തിയെന്ന് വെച്ചാൽ എങ്ങും വർക്കൊന്നും ഇല്ലാതായി. ഷോപ്പുകളെല്ലാം അടക്കുകയൊക്കെ ചെയ്തല്ലോ. അങ്ങനെ ഒരു 3 മാസം അടച്ചിട്ടിരുന്ന. പിന്നെ ആ സമയത്തൊക്കെയാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നതും
പിന്നെ അങ്ങനെ ഞാൻ മുമ്പോട്ട് അത് തുടർന്നിട്ടില്ല. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിളിച്ചു നോക്കുമ്പോഴൊക്കെ നമുക്ക് വർക്ക് തന്നുകൊണ്ടിരുന്നവർക്കൊക്കെ വർക്ക് വളരെ കുറവാണ്, ഒന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയി. പിന്നെ അങ്ങ് ഓൺലൈനായി മാറിയെല്ലാം. കാരണം ഈ സാധനങ്ങൾക്കൊക്കെ ഫിനാൻസ് കൊടുക്കുന്ന പരിപാടികളൊക്കെ അങ്ങ് എല്ലാവരും സ്വീകരിച്ചിട്ട് പഴയ സാധനങ്ങൾ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊരു രീതിയിലേക്ക് പോയി. പഴയ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതെടുക്കുന്ന സെറ്റപ്പിലോട്ടൊക്കെ ആയി ആളുകൾ അതുമായിട്ടങ്ങ് മിങ്കിളായി. ഇപ്പോൾ ഈ പഴയത് റെഡിയാക്കി എടുക്കുന്നൊരു ഇത് ഇല്ലാത്ത അത് ഇച്ചിരി കുറഞ്ഞു. ആ ഒരു സമയത്ത് വളരെ കുറവായിരുന്നു വർക്കും കാര്യങ്ങളും. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോകാതായത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റൂട്ട് എനിക്കറിയാം, കോട്ടയം. ഞാൻ ഒത്തിരി നാൾ ഏതാണ്ട് എനിക്ക് വന്നൊരു 3 കൊല്ലത്തോളം ഞാൻ അവിടെ കോട്ടയത്തുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2-3 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ ചെങ്ങന്നൂരല്ലേ? ഓക്കെ, ചെങ്ങന്നൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരമല്ലേ നിങ്ങൾ എന്നെ കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് തിരിച്ചത്. അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്, കണ്ടോളൂ. ഇനി തൊട്ട് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എനിക്ക് മൊത്തം ചിലപ്പോൾ ഇരുന്ന് കണ്ടതിന് ശേഷം കാണും. എങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വായന അബദ്ധത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു അബദ്ധമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങ് കൃത്യമായിട്ട് നോക്കിയിരുന്ന് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി അങ്ങനെയൊന്നും ഇടാൻ എനിക്ക് ചിലപ്പോൾ പറ്റത്തില്ല. കാരണം അറിയാലോ, നമ്മളിങ്ങനെ പോയി എങ്ങോട്ടും താമസമൊന്നും സ്ഥിരമായിട്ടൊന്നും ആയിട്ടല്ല ഈ പോകുന്നത്. എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ വണ്ടിയിൽ തന്നെ ആയിരിക്കും കിടക്കുന്നതൊക്കെ. അതെങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങ് പോകുവാണ്. പോയി എന്തായാലും നോക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാം ഓട്ടങ്ങളൊക്കെ കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഒരു പ്രാർത്ഥനയുള്ളൂ. എന്തോ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടൊരു വണ്ടി പോകണം കേട്ടോ. എനിക്കൊന്ന് എന്തെങ്കിലും പരിപാടിയുടെ ആണോന്നൊന്നും. ഒരു ആംബുലൻസും ഉണ്ട്. എനിക്കൊന്ന് ആരും മരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെയാ. തിരുവല്ല കഴിഞ്ഞ് ചങ്ങനാശ്ശേരി അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് ഒരു ലെഫ്റ്റ് എടുക്കാൻ ഗൂഗിൾ മാപ്പ് പറഞ്ഞു. ആലപ്പുഴ പോയി ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴയിൽ നിന്ന് അവിടെ എഴുതി വെച്ചിരുന്നത്. പക്ഷെ നമ്മളിനി ആലപ്പുഴ പോയാൽ പിന്നെ അവിടെ നിന്ന് വീണ്ടും പോകണോ? മൊത്തം ചുറ്റാണോ അതോ നേരെയുള്ള വഴിയാണോ? ഇത് ഒന്നും അറിയില്ല. എന്തായാലും ഇപ്പം ഇങ്ങനെയാണ് പോകുന്നത്. പോയി നോക്കാം അല്ലേ. ഇനി 79 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇത് തന്നെയായിരിക്കും വഴി. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ട് ഒരു വട്ടം എന്തോ വന്നിട്ടുണ്ട്. അതായത് റോഡിൻ്റെ 2 സൈഡും വെള്ളം, കായലിങ്ങനെ ഇങ്ങനെ പരന്നങ്ങോട്ട് കിടക്കുക. അതിൻ്റെ നടുക്ക് ചെറിയ റോഡ്. ഈ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്താൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള വകുപ്പ് ഇപ്പോൾ ഇല്ല. എൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പം ഇല്ല. എന്തായാലും ഞാനതൊന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഇത് റോഡ്. നമ്മളെ വണ്ടി ഇതാ കിടക്കുന്ന ഇത് റോഡ്. ഈ റോഡിനോട് അതേ നിരപ്പിൽ ഒരു പൊടിക്ക് താന്നാണ് ഇവിടെ വെള്ളം കിടക്കുന്നത് കണ്ടോ. മൊത്തം അതിൻ്റെ ഇടയ്ക്ക് വീടുണ്ട്. ഈ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് ഏകദേശം. അവരെനിക്ക് ഒന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വെള്ളത്തിലാണ് ചവിട്ടുന്നത് കണ്ടോ. അവിടെ ആ ഒരു അപ്പൂപ്പനും അപ്പുറത്തൊരു ചേച്ചിയൊക്കെ നിൽക്കുന്ന വെള്ളത്തിലാണ് നിൽക്കുന്നവർ. അയ്യോ, സംഭവം നമുക്ക് കാണാൻ ഭയങ്കര രസമുണ്ട്. പക്ഷേ ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ മുങ്ങി കിടക്കുകയാണ് വെള്ളത്തിൽ. അപ്പുറ സൈഡും അതേ കണക്ക് തന്നെ കേട്ടോ, വെള്ളമാണ്. ഇത് അങ്ങോട്ട് ഇവിടെയൊക്കെ ചെറിയതുകൊണ്ട് ആ വീടൊക്കെ കണ്ടോ. അവിടെ നിന്ന് ആ ചേട്ടനൊക്കെ അവരൊക്കെ ഇറങ്ങുന്ന വെള്ളത്തിലാണ് ഇറങ്ങുന്നത്. അവിടെ ഒരു ചേച്ചി, അയ്യോ അത് അവരുടെ റൂമിനകത്ത് വരെ വെള്ളമാണ്. എങ്ങനെ കിടന്ന് ഉറങ്ങും ദൈവമേ, അറിയാൻ വയ്യ. ഇവിടെ ഉള്ളവർക്ക് ഇത് ശീലമായിരിക്കും, നമുക്കിത് കാണുമ്പം ഇങ്ങനെ തോന്നുന്നെങ്കിലും അല്ല, എന്നാലും അത് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇവർക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്, ബുദ്ധിമുട്ടല്ലാതെ ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇറങ്ങിയതാ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മളത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഒരു 10-70 കിലോമീറ്റർ കൂടെ പോയാൽ നമ്മൾ കൊച്ചി എത്തും. ഓക്കെ, സംഭവം ഞാനിപ്പോൾ ചേർത്തല എത്തി. ഇവിടം തൊട്ട് ശോകമാണല്ലോ, സീനാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് വിളിച്ചവരും അല്ലാതെ പരിചയത്തിലുള്ളവരും ഒക്കെ പറഞ്ഞതുമൊക്കെ സ്ഥലത്തെത്തി വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ സംഭവം എന്നറിയാൻ വയ്യ. എന്തായാലും എറണാകുളത്ത് പോവാം, പോയിട്ട് നോക്കാം അല്ലേ. പറ്റിക്കത്തൊന്നുമില്ലായിരിക്കും അല്ലേ ആരും. എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ ചേർത്തലയായി. ചേർത്തലയിൽ നിന്ന് എറണാകുളം ഞാൻ കുറേ രാവിലെ തൊട്ടേ വിളിക്കുന്ന എല്ലാവരെയും, പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല.
ഇത്രയും ഓടി വരികയും ചെയ്ത് അവളെ ഡ്രസ്സും കിടക്കാപ്പിയൊക്കെ എടുത്തോണ്ടാ വന്നത്. എവിടെ നിന്നൊന്നും ഒരു പിടിയില്ല. എനിക്ക് വണ്ടി കിടന്നുറങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും പോവാ. ഞാൻ ഇവിടോട്ട് സൈഡിലോട്ടൊന്ന് നിർത്തിയതാ വണ്ടി. നിർത്തിയിട്ട് എല്ലാവരും പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയതാ. അപ്പൊ ആരും റിപ്ലൈ തരുന്നുമില്ല. രാവിലെ തൊട്ട് വിളിക്കുകയും ചെയ്യുന്ന ആരും എടുക്കുന്നുമില്ല. അപ്പൊ ആകെ ഒരു എന്തോ ഒരു ഇത്. ഇപ്പൊ എന്തായാലും നമ്മുടെ അൻസാർ കളമശ്ശേരി എന്ന് പറഞ്ഞൊരു പുള്ളിയെ ആണ് ഈ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ആദ്യം എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ പുള്ളി മുഖേന എനിക്ക് കുറച്ച് വണ്ടിക്കുള്ള ഓട്ടം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എറണാകുളം പോലൊരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഓട്ടം കിട്ടും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളി മാത്രമേ ഉള്ളൂ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഒരാൾ. അത് ഞാൻ അങ്ങോട്ട് ചെയ്തില്ലെങ്കിലും പുള്ളി ഇങ്ങോട്ട് വിളിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. അതുപോലെ പുള്ളി അവിടെ ഉള്ള ആളുകളുമായിട്ടൊക്കെ എന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അവരുടെ കുറേ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്ന ഓട്ടങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് എടുക്കാം, ഓടാം, അങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഇപ്പോഴും എന്താ എന്നെ വിളിച്ചു മെസ്സേജ് അയച്ചു. പുള്ളി ഇതുപോലെ വേറൊരാളുമായിട്ട് പരിചയപ്പെടുത്തി. അപ്പോൾ ആ പുള്ളിയെ വിളിച്ചു. അപ്പോൾ താമസിക്കാനുള്ള സൗകര്യം, ചെറിയ ചിലവിൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ റെഡിയാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താന്നുള്ളതൊക്കെ നോക്കട്ടെ. അപ്പോൾ എന്തായാലും എല്ലാം എറണാകുളം ചെന്നിട്ടേ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ രാത്രിയിലും കണ്ടേ വരുള്ളൂ. അപ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇന്നോ നാളെയൊക്കെ ആയിട്ട് എല്ലാം ക്ലിയർ ആവുമെന്ന് കരുതുന്നു. പിന്നെ ഓട്ടങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടുമായിരിക്കും കേട്ടോ. എല്ലാം കുഴപ്പമില്ല, പോവായിരിക്കും. നമുക്കങ്ങനെ പോവാം. പക്ഷേ വേറെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നതൊക്കെ അവരിപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പക്ഷെ അവർ പറഞ്ഞത് തിരക്കേടില്ലാത്തതായിരുന്നു, വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന കമ്പനി ഓട്ടോ എന്തോ മറ്റോ ആയിരുന്നു. അത് അവരെടുക്കണില്ല. അവരെടുക്കുമായിരിക്കും, അവരെന്തെങ്കിലും ബിസി ആയിരിക്കും. ഇനിയിപ്പോൾ അവർ തിരക്ക് കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ തിരിച്ച് വിളിക്കുമായിരിക്കും. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അത് കിട്ടുകയാണെങ്കിൽ അതും കൂടെ എല്ലാം കൂടെ ഒക്കെ നമുക്ക് ശരിയാവുമെന്ന് കരുതുന്നു. മുമ്പോട്ട് എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതുവരെ എനിക്കൊരു പിടിയുമില്ല. പോയി നോക്കുവാണ്. ഓരോ ദിവസത്തെയും അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഓരോ മേഖലയിലും എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. എന്നാൽ ശരി. വൈകുന്നേരം 4 മണിയായി. അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, മഹേഷ് എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അവനിവിടെ താമസിക്കുന്ന ചേർത്തല. അപ്പോൾ അതിൻ്റെ കുറച്ചിപ്പുറത്ത് വെച്ച് ഞങ്ങൾ കണ്ടു. കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എല്ലാം നമ്മൾ ഈ ഒരു ജോലിയെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അവൻ കുറേ നേരം സംസാരിച്ചു. ഇപ്പോൾ ഈ ഒരു 3:30 വരെ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് സംസാരിച്ച് ആഹാരവും ഒക്കെ കഴിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. റോഡിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? വളരെ മോശമാണ് റോഡിൻ്റെയൊക്കെ അവസ്ഥ. പണി നടക്കുന്നത് കൊണ്ടാണ് എന്നറിയാം, എന്നാലും പറഞ്ഞതാണ്. ഇതിലെ കൂടെ ഇങ്ങനെ ഒച്ച എഴയും പോലെ എഴഞ്ഞു പോകാനേ പറ്റുന്നുള്ളൂ. പിന്നെ അവൻ വന്നു, അവൻ പോയി. അവനൊക്കെ എല്ലാം പറഞ്ഞു തന്നതെല്ലാം നല്ല കാര്യം. എങ്ങനെയെങ്കിലും നീ അത് ചെയ്യണം, ചെയ്ത് രക്ഷപ്പെടാനായിട്ട് ഉള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. എനിക്കിങ്ങ് സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു വിഷമമൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാം നമ്മളോട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം അതുണ്ട്. വലിയ കാര്യമായിട്ടാണ് സംസാരിച്ച് എല്ലാം പോയപ്പോൾ അവൻ എനിക്ക് കുറച്ച് പൈസ തന്നിട്ടാണ് പോയത്. അവൻ എൻ്റെ ബാഗിൽ വെച്ചിട്ട് പോക്കളഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. ഭയങ്കര ബ്ലോക്ക്. സ്റ്റേ ചെയ്യാൻ ഞാനിപ്പോൾ എന്തായാലും റെൻ്റൊന്നും മുടക്കി ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ടിയിൽ തന്നെ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നാണ് കരുതുന്നത്. കാരണം റെൻ്റൊക്കെ കൊടുത്ത് നിൽക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് അറിയത്തില്ല ഇത് എന്താവും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം, പറ്റുന്ന രീതിയിലൊക്കെ നോക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കുമോ നമുക്ക് ഒന്നും അറിയത്തില്ലല്ലോ. ഒന്ന് ഓടിത്തുടങ്ങിയ ഒരു ധൈര്യം കിട്ടും. ഓടിത്തുടങ്ങുന്നത് വരെ ഒരു ഭയം തന്നെ. നോക്കട്ടെ, എന്തെങ്കിലും ഒരെണ്ണം കിട്ടുമെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ഭയങ്കരമായ ബ്ലോക്ക്. വണ്ടികൾ KSRTC ഒക്കെ അപ്പുറത്ത് അയ്യത്തൂടെയൊക്കെയാണ് കയറി പോകുന്നത്. അവർക്ക് അതൊന്നും നോക്കണ്ടല്ലേ. നമുക്ക് നമ്മളെ വണ്ടി നോക്കിയല്ലേ പറ്റൂ. എടപ്പള്ളി എത്തിയിരിക്കുകയാണ്. അയ്യോ, എടപ്പള്ളി അല്ലയോ? ഇതല്ലയോ എടപ്പള്ളി ഗായ്സ്? നമ്മളെ മുമ്പിൽ കിടക്കുന്നത് ഇതേപോലത്തെ ഒരു വണ്ടി അല്ലയോ? ടാറ്റ ഇൻട്ര എന്നാണെന്ന് തോന്നുന്നു. സമയം 4:45. എടപ്പള്ളിയിലെത്തി. അപ്പോൾ ഇതാണ്, ഒരു ദിവസം എടുക്കും ഇനി എത്തണമെങ്കിൽ. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഇവിടെ ഈ നടക്കുന്ന എന്തോ ഈ കുറേ വേറെ ഏതോ രാജ്യമല്ല, വേറെ ഏതോ സംസ്ഥാനത്തെ ഈ പെണ്ണുങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ.
ഈ കൊടയൊക്കെ ആയിട്ട് കണ്ട ഒരു ഗുണ്ട ലുക്കാന്നേ പെണ്ണുങ്ങൾക്ക് പോലും. അവളുമാരുടെ നോട്ടം നോക്കണം. എൻ്റെ അമ്മച്ചി നമ്മളെന്തോ ചെയ്താണൊക്കെ ഇവളുമാർ നോക്കുന്നത്. ഇവളുമാർ ഇവിടെ വന്നു കിടന്ന് ഇങ്ങനെ വിലസുന്ന എന്തോത്തിനത് വിലസല്ല കേട്ടോ. അവർ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ എനിക്കറിയത്തില്ല ഇവരൊക്കെ, നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെയൊക്കെ ഓരോരോ കഥകളൊക്കെ കേൾക്കുന്ന കേട്ടാ എന്ത് നമുക്ക് ഈ വണ്ടിയിലൊക്കെ ഇവരിങ്ങനെ നോക്കിയാ പോകുന്നു. മൊത്തം അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുന്നതൊക്കെ നോക്കിയാണ് ഇവരുടെ പോക്ക്. രാത്രി തട്ടിക്കളയൂടെ നമ്മളെ. ഓരോ കഥകൾ കേൾക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിച്ച് പോകുന്നത് കേട്ടോ. അവരാരും മോശക്കാരാണെന്നൊന്നും പറഞ്ഞേ വെക്കുമല്ല. ഇപ്പം നാളെ എന്തെങ്കിലും ഓട്ടം വരുമോ കിട്ടുമോ എന്നൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവരെയൊക്കെ വിളിക്കാം. നമുക്കിപ്പോൾ ഒരുപാട് പേരെ അറിയാലോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് വിളിച്ചൊക്കെ ചോദിച്ച് നോക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. പിന്നിപ്പോൾ അവർ പറയുന്നത് സൈഡ് വേലി പോലെ ഇങ്ങനെ ആ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു ഇൻട്ര കണ്ടില്ലേ, അതിൻ്റെ സൈഡ് കണ്ടില്ലേ, അതേപോലെ ഇങ്ങനെ കമ്പി അടിക്കണം, അപ്പോഴേ ലോഡ് ഓട്ടം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴത്തെ നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല. പിന്നെ എന്തെങ്കിലും നോക്കാം. ആ വണ്ടിയുടെ സൈഡ് ബാക്കിൽ ആ വേലി പോലെ അടിച്ചേക്കുന്നുണ്ടോ, അതേപോലെ വേണമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ എടപ്പള്ളി നമ്മുടെ ലുലു മാളിൻ്റെ അടുത്താണ്. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ അവിടെ വണ്ടി ഒതുക്കി ഇടാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ഈ ഏരിയയിലെങ്ങും നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തില്ല. ഇപ്പം നാളെ തൊട്ട് എന്തെങ്കിലും നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ വന്നല്ലേ ഉള്ളൂ. അന്നേരം തന്നെ എല്ലാം നടക്കണമെന്നില്ല. നാളെ തൊട്ട് നടന്നേ പറ്റൂ. എന്തെങ്കിലുമൊക്കെ നോക്കണം. എന്തായാലും നോക്കാം. 1-2 പേരെ വിളിക്കാണ്ട്. ഇന്ന് എന്തായാലും അവരെല്ലാം ഒന്ന് വിളിക്കണം. അതിൽ ഒരാൾ ഫോൺ എടുക്കുന്നതുമില്ല. ആകെപ്പാടെ ഒരു നോക്കാം, എടുക്കുമായിരിക്കും. എന്തായാലും വിളിച്ചുകൊണ്ടിരിക്കാം. വണ്ടി നിർത്തിയിട്ടൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഓക്കെ. കൊച്ചിയിലെത്തി. പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ നമുക്കധികം ഇന്ന് ഓട്ടം ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളത്തേക്ക് പ്രതീക്ഷിക്കാം അല്ലേ. എല്ലാം റെഡിയാവുമായിരിക്കും അല്ലേ. നോക്കാം. കുറച്ച് എന്തായാലും ഒരു 2-3 ദിവസം നിന്ന് നോക്കാം. രാത്രി സമയം 8 മണിയായി. ഞാൻ എറണാകുളത്ത് ഒരു 24 അവർ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ, ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്ന് അകത്തുനിന്നൊരു വണ്ടി ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നാളെ തൊട്ടുള്ള വീഡിയോസിൽ നമുക്ക് നിങ്ങൾക്കും അറിയാൻ പറ്റും. എന്തായാലും എനിക്ക് ഒരുപാടൊന്നും നോക്കാൻ പറ്റത്തില്ല. ഒരു 2-3 ദിവസം നോക്കും. നമുക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി കൊടുക്കേണ്ട ഒരു ഇതാണ്. നമുക്കിപ്പോൾ ഒരുപാട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതാ ഒരു കണ്ടീഷൻ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഒന്ന് ശ്രമിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആണെന്നൊന്നും വിചാരിക്കരുത്. ഓരോ അവസ്ഥകളാണ്, മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സ്റ്റിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.